കേരളത്തിലെ പ്രമുഖ NGO ആയ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു. HRPM മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത്. സൂക്ഷ്മ ചെറുകിട ഹ്രസ്വ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരംഭങ്ങൾക്ക് ആവശ്യമായ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും നൽകുന്നതിൻ്റെയും ഭാഗമായാണ് MSME ക്ലൈവ് നടത്തിയത്. പൊന്നാനിയിലെ NCV ഹാളിൽ നടന്ന കോൺക്ലേവ് HRPM നാഷണൽ പ്രസിഡന്റ് പ്രകാശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. 2000-ൽ ഈ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന എനിക്കുണ്ടായ ഒരു ചെറിയ മനുഷ്യാവകാശ ലംഘനമാണ് പിന്നീട് 2008-ൽ അതൊരു പ്രസ്ഥാനമായിട്ട് മാറിയത്. മനുഷ്യാവകാശ ലംഘനം കൂടുതലും എല്ലാവരും പറയും പോലീസുകാരിൽ നിന്ന് തന്നെയാണെന്ന്. പക്ഷേ നമുക്കുണ്ടായത് പോലീസുകാരിൽ നിന്നാണ്. പോലീസുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയും ഏറ്റവും കൂടുതൽ മനുഷ്യാവകാശ ലംഘനം മറ്റ് എഡ്യൂക്കേഷൻ കൈകാര്യം ചെയ്യുന്ന അധ്യാപകരിൽ നിന്നാണെന്ന് പറയും. അപ്പോൾ ഓരോരുത്തരെ താങ്ങി പറയുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അതിനുശേഷം നമ്മൾ ഈ അറ്റ്ലസിൻ്റെ വിഷയം കഴിയുകയും നമ്മൾ പിന്നെ പോകുന്ന എൻഡോസൾഫാൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട എൻഡോസൾഫാൻ്റെ ആയിരുന്നു ആദ്യം, അറ്റ്ലസിൻ്റെ അത് കഴിഞ്ഞിട്ടാണല്ലോ. എൻഡോസൾഫാൻ വിഷയത്തിൽ നമ്മൾ കൃത്യമായിട്ടും ജനങ്ങളുടെ ആവശ്യത്തിനെ മാനിച്ചുകൊണ്ട് നമ്മൾ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ്റെ പഴയ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ KG ബാലകൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചിലായിരുന്നു. എന്തായാലും അദ്ദേഹം അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം സർക്കാരിന് നിർദ്ദേശമൊക്കെ കൊടുത്തു. ഒരു പരിധി വരെ നമ്മളുടെ ഇതുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. HRPM സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര അധ്യക്ഷത വഹിച്ചു. ഈ കേരളം ഒരു കാലഘട്ടത്തിൽ എത്രയോ വ്യവസായങ്ങളുണ്ടായിരുന്ന ഒരു നാടായിരുന്നു. ചെറുകിട വ്യവസായമായിക്കോട്ടെ, പരമ്പരാഗത വ്യവസായമായിക്കോട്ടെ, മറ്റ് തൊഴിലുകളായിക്കോട്ടെ, ഇതെല്ലാം അന്യം നിന്ന് പോയിരിക്കുകയാണ്. അതിന് പല ഘടകങ്ങളുണ്ട്. ഒരു പക്ഷേ നമ്മുടെയൊക്കെ കൂടെയുള്ളവർ കൂടുതൽ വരുമാനത്തിന് വേണ്ടി അന്യ രാജ്യങ്ങളിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തിരിച്ചു വരുമ്പോൾ ഈ നാട് അവരെ സംരക്ഷിക്കാനോ അവർക്ക് ആവശ്യമായിട്ട് തൊഴിൽ കൊടുക്കാനോ പറ്റാത്ത സാഹചര്യമുള്ളത്. ഒരു തൊഴിൽ സംരംഭം തുടങ്ങുമ്പോൾ അത് എങ്ങനെ തുടങ്ങണം, അതിൻ്റെ ഫീസിബിലിറ്റി എന്തായിരിക്കണം, വയബിലിറ്റി എന്തായിരിക്കണം, അതിൻ്റെ മാർക്കറ്റിംഗ് സാധ്യത എന്തായിരിക്കണം എന്നൊന്നും അറിയാതെ എന്തെങ്കിലും ഒരു തൊഴിലേർപ്പെട്ടുകൊണ്ട് അവർ അതുവരെയുള്ള സമ്പാദ്യങ്ങൾ പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അവർ ദിശാബോധത്തിൽ കൃത്യമായ ദിശയിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമുക്കില്ല. HRPM ചെയർമാൻ രവീന്ദ്രൻ കണ്ണങ്കൈ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ഇന്ത്യയിൽ നിന്നും ഒരാൾക്കും പുറത്തേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ തന്നെ അതിനാവശ്യമുള്ള എല്ലാ റിസോഴ്സുകളുമുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല. സർക്കാരുകൾ നിരവധി വർഷങ്ങളിലായിട്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരുടെ സർക്കാർ? നമ്മുടെ സർക്കാർ. ഇന്ത്യ ഭരിക്കുന്ന ആരുടെ സർക്കാരാണ്? ഇന്ത്യ ഭരിക്കുന്നത് നമ്മുടെ സർക്കാരാണ്. കേരളം ഭരിക്കുന്നത് നമ്മുടെ സർക്കാരാണ്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്. നമ്മൾ തിരഞ്ഞെടുക്കാത്ത ഒരാളും അധികാരത്തിലെത്തുകയില്ല ജനാധിപത്യ സംവിധാനത്തിൽ. അവരൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ ആളുകൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടിയാണ് ഇത്തരം പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് പറയാനാണ് ശ്രീമതി തുഷാര ഇവിടെ വന്നിരിക്കുന്നത്. അവരുടെ ഓഫീസിലിരിക്കാതെ ഇവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് വന്നതെന്തുകൊണ്ടാണ്? സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാനാണ്. പൊന്നാനി വ്യവസായ വകുപ്പ് റിസോഴ്സ് പേഴ്സൺ തുഷാര ക്ലാസിന് നേതൃത്വം നൽകി. ഏതൊരു സ്ഥാപനം ആരംഭിക്കുമ്പോഴും വരുന്ന പൊല്യൂഷൻ, ഫുഡ് സേഫ്റ്റി, പാക്കിങ്, പഞ്ചായത്ത് ലൈസൻസ് എന്ന് പറയുന്ന സംവിധാനങ്ങൾക്കൊക്കെ ഇപ്പോൾ നമ്മൾ അസിസ്റ്റൻസ് എല്ലാ താലൂക്ക് വ്യവസായ ഓഫീസുകളിലും പഞ്ചായത്തിൻ്റെ വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ഹെൽപ്പ് ഡെസ്കുകളിലും നിങ്ങൾക്ക് ലഭിക്കും. നിലവിൽ K-SWIFT എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. K-SWIFT എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനമുണ്ട്. ആ K-SWIFT എന്ന് പറയുന്ന സംവിധാനത്തിൽ എടുക്കുന്ന ഒരു 2019 K-SWIFT വരുന്നത്. ഒരു സെൽഫ് അക്നോളജ്മെൻ്റ് എടുത്തു കഴിഞ്ഞാൽ, സ്വയം സാക്ഷ്യപത്രം എടുത്തു കഴിഞ്ഞാൽ 3 വർഷം 6 മാസത്തേക്ക് കേരള സർക്കാരിൻ്റെ അണ്ടറിലുള്ള പല ലൈസൻസുകളിൽ നിന്നും നിങ്ങൾക്ക് എക്സംഷൻ കിട്ടും. സംരംഭങ്ങൾക്കുള്ള വിവിധ ബാങ്ക് സ്കീമുകളെക്കുറിച്ച് SBI മാനേജർ വൈശാഖ് ക്ലാസ് എടുത്തു. ഏതെങ്കിലും അടവുകൾ തെറ്റി ഒരു ഇഷ്യൂ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലുള്ള നമ്മൾ
ഒരു ഈട് വെക്കാത്ത കൊളാട്രൽ സെക്യൂരിറ്റി തരാത്ത ലോണുകളിൽ ബാങ്കുകൾ പൊതുവേ എന്നല്ല, എല്ലാ ബാങ്കുകളും തന്നെ മടി കാണിക്കും. അപ്പം ആ ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ആദ്യമായിട്ട് മാഡം പറഞ്ഞ പോലെ നിങ്ങളൊരു സംരംഭത്തിന് ലോണിനായിട്ട് തയ്യാറെടുക്കുന്നതിന് മുന്നേ ഒരു ബാങ്ക് മാനേജറെ സമീപിക്കാൻ മാനേജറുടെ ഒരു അഡ്വൈസ് എടുക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട്സ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. KCCL എക്സിക്യൂട്ടീവ് ഡയറക്ടർ C. സുരേഷ് കുമാർ, COA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവർ സംസാരിച്ചു. HRPM ജില്ലാ പ്രസിഡന്റ് രമേശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ HRPM ജില്ലാ സെക്രട്ടറി ഫസലുർ റഹ്മാൻ നന്ദി പറഞ്ഞു. NCV ന്യൂസ് പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.